നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഗുഡ് ഡേയ്മൻ ആണേ, മമ്മി എടുത്തോളാവേ. ഗുഡ് ഡേയ്മൻ. ഞാനിന്ന് ഡേയ്മൻ്റെ ഫുഡ് റെഡിയാക്കാൻ പോവുക. ഇത് ചിക്കൻ്റെ ലിവറും പിന്നെ മാങ്ങയും ചങ്കും എല്ലാം കൂടെ ഇത് കഴുകി എടുത്തുകൊണ്ട് വെച്ചേക്കുവാണ്. ഇതിനി ചെറുതായിട്ട് നുറുക്കിയിട്ട് വീണ്ടും നമ്മൾ 1-2 പ്രാവശ്യം കൂടെ കഴുകി എടുക്കും. ഇനി എങ്ങനെ അതെല്ലാം എടുത്ത് വെക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാവേ. ഡേയ്മൻ ഇവിടെ ഇരിപ്പുണ്ട്. ഡേയ്മൻ ഇവിടെ വാ, ഇവിടെ വന്നിരി, ഇവിടെ കയറിയിരി. സിറ്റ്. ഡേയ്മന് ഭയങ്കര അനുസരണമായി ഇക്കാര്യത്തിലൊക്കെ. ഡേയ്മൻ അങ്ങനൊന്നും തൊടത്തില്ല. പുള്ളിക്കിത് നുറുക്കുമ്പോൾ ഇത്തിരി വേണം. അത് ലിവർ മാത്രം മതി, പച്ചയ്ക്ക് തരാം കേട്ടോ. ഇതാണ് ഡേയ്മൻ്റെ ആഹാരമേ. ഡേയ്മന് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഡേയ്മൻ ചോറൊന്നും ഉണ്ണത്തില്ല. ഡേയ്മന് വേണോ? ഒരു പീസ് തരട്ടെ? കഴിഞ്ഞു. ഇനി പിന്നെ തരാം കേട്ടോ. ഡേയ്മനെ വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഇതിലിങ്ങനെ പെരണ്ടിരിക്കണം. വെള്ളമൊക്കെ കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് നല്ല മഞ്ഞ കളർ വേണം. ഇതൊന്നും വെളുത്തിരിക്കാൻ പാടില്ല. ഡേയ്മന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടേ. ഞങ്ങളിതിങ്ങനെ പിന്നെ ഇതുപോലെ കൊണ്ടുവന്ന് നുറുക്കി നല്ലപോലെ കഴുകി മഞ്ഞൾ പൊടിയും ഒക്കെ പുരട്ടി. മഞ്ഞൾ പൊടി മാത്രമേ പുരട്ടത്തുള്ളൂ, ഉപ്പൊന്നും ചേർക്കത്തില്ല. ഉപ്പ് എരി അങ്ങനത്തെ ഒന്നും ചേർക്കത്തില്ല. മഞ്ഞൾ പൊടി മാത്രം പുരട്ടി ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്ന ചെറിയ പാത്രങ്ങളില്ലേ, അതുപോലത്തെ ചെറിയ പാത്രങ്ങളിലോ അല്ല സിപ്പിലോ കവറിലോ ഒക്കെ ആക്കി ഫ്രീസറിനകത്തിലെടുത്ത് വെക്കും. അവന് 1-2 നേരം കഴിക്കാനുള്ളത് അങ്ങനെ പാർട്ടായിട്ടാക്കിയാണ് വെക്കുന്നത്. അതാകുമ്പം ഒന്നിച്ചെല്ലാം കൂടെ എടുത്തിതാക്കണ്ടല്ലോ. ചെറുപ്പം മുതലേ ഇങ്ങനെയാണ്. നമ്മൾ കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ആഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുത്താലും അങ്ങനെയൊന്നും എടുക്കത്തില്ല നമ്മൾ പറയാതെ. അങ്ങനെ ബോൾ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബോൾ എടുക്കണമെങ്കിലും നമ്മൾ പറഞ്ഞാലേ എടുക്കത്തുള്ളൂ. നമ്മളെ ഒന്ന് നോക്കും ബോളിൻ്റെ മുന്നിൽ നിന്നിട്ട്. പോയി കളിച്ചോളാൻ പറഞ്ഞാൽ മാത്രം ബോളും കൊണ്ടുപോയി കളിക്കത്തുള്ളൂ. അത് തന്നെ ഉരുട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളും. എന്നാ ഡേയ്മന് ഇറച്ചി വേണോ? എന്നാൽ അവിടെ കയറിയിരി. സിറ്റ്. ഗുഡ് ഡേയ്മൻ. ഗുഡ് ഡേ. ഒത്തിരി വലിപ്പത്തിൽ കിടന്നാലേ ഇവൻ തിന്നത്തില്ല. കണ്ടോ, ഡേയ്മൻ്റെ ചിക്കനൊക്കെ നമ്മൾ കഴുകി പിന്നെ നുറുക്കി പിന്നെ വീണ്ടും കഴുകി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി, നല്ലപോലെ മഞ്ഞൾ പൊടി ഇടണം. ഇവന് വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല. കണ്ടോ, ഇനി വേവിക്കുമ്പം മഞ്ഞൾ പൊടി ഇടത്തില്ലേ, നല്ല കളറുണ്ട് അതുകൊണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വയ്ക്കും. ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഇത് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോഴേ കിട്ടുന്ന പാത്രങ്ങൾ ഇതേണ്ട ഇതുപോലത്തെ ഇതൊന്നും ഞാൻ കളയത്തില്ല. കിട്ടുമ്പോൾ ഇത് കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കും. എന്തായാലും ഇതുപോലെ ആവശ്യം വരുമല്ലോ, അന്നേരം നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നോർത്ത്. അപ്പം ഇപ്പോൾ ഡേയ്മൻ്റെ ഇത് വന്നപ്പോൾ നമ്മൾ ഇതിനകത്തിലാണ് ഞങ്ങൾ ഇവൻ്റെ ചിക്കനൊക്കെ എടുത്ത് അടച്ച് സൂക്ഷിക്കുന്നത് ഫ്രീസറിൽ. അപ്പം അതിൻ്റെ കൂടെയുള്ള ഇതുപോലെയുള്ള ചെറിയ പാത്രങ്ങളും ഇതൊക്കെ ഒരു 2 നേരത്തേനൊക്കെ ഇവന് പറ്റും. ഇവന് കുറച്ച് ഫുഡും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാവേ. ഇതാവുമ്പോഴേ നമ്മളല്ലെങ്കിൽ ഒന്നിച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചാൽ വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ അത് ഫുള്ളും കൂടെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് വീണ്ടും അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അതൊക്കെ ആകുമ്പോൾ അതിനൊരു സ്മെല്ലൊക്കെ വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെക്കുന്നത്. ഇതവന് ഒരു നേരത്തേക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളെടുത്താൽ. ഡേയ്മന് വേണോ?
എന്താ പറ്റി ദീമ? ഇനി വേണോ? ഇനി അമ്മച്ചി ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് തരാം കേട്ടോ. കുട്ടിപ്പാത്രങ്ങളെല്ലാം തീർന്നു, അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ബോക്സിനകത്തിലാക്കുവാണേ. ഇനി അത് കഴിഞ്ഞ് വേവിച്ച് തരാം കേട്ടോ. അയ്യോ ഡെയ്മൻ്റെ ഇടിയെ വീണു. ഞാൻ കുളിപ്പിക്കേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്കിതെല്ലാം ഒന്ന് അടച്ചെടുക്കാവേ. ഡെയ്മന് ഇനി ഇത് നമുക്ക് ഡെയ്മൻ അങ്ങ് വേവിക്കാവേ ഈ ചട്ടിക്കകത്തിയിട്ട്. ഇതിവൻ്റെയാ ഡെയ്മൻ്റെയാ ചട്ടിയില്ല ഈ പാത്രങ്ങളൊക്കെ. നമുക്കിതെല്ലാം കൂടി ഇനി അടുക്കി ഇതിനകത്തിൽ വെക്കാം. കാരണം ഇത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടേ ഇതിനകത്ത് നിന്ന് ഈ മഞ്ഞളിൻ്റെ ഈ വെള്ളമില്ലേ അത് ചിലപ്പോൾ ലീക്ക് ചെയ്യും. അന്നേരം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്നേ. ഇതിപ്പോൾ അടയ്ക്കാൻ പറ്റത്തില്ലായിരിക്കും. അകത്തോട്ട് കയറിയിട്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലാക്കി വെക്കണം. ഇതുപോലെ അടുക്കി ഇതിപ്പം കാണിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ അടുക്കി വയ്ക്കുന്നത്. ഡെയ്മൻ്റെ ഫുഡൊക്കെ നമ്മൾ വേവിച്ച് കണ്ടോ വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം ഇവൻ, എന്നാലേ ഇവന് ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ഇതിപ്പം കഴിക്കാൻ കൊടുക്കുന്ന ഉടനെ ഒന്നും കഴിക്കത്തില്ല, അവനൊരു സമയമുണ്ട്, ആ സമയത്തെ അവൻ കഴിക്കത്തുള്ളൂ. കണ്ടോ ഇതുപോലെ ഇരിക്കണം. ഇത്രയും മതി. ഇപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെ ഇവന് ഫുഡ് കൊടുക്കുന്നതെന്നറിയാവോ? ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ കൂട്ടിനകത്തിൽ ഉറുമ്പ് കയറുവേ, ഈ ഇറച്ചിക്കകത്തിൽ ഉറുമ്പ് കയറും. അതുകൊണ്ട് ഞാൻ ഈ ചെടിച്ചട്ടിയൊക്കെ വെക്കാനായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ എന്നാ പറയുന്ന ഒരു പ്ലേറ്റ് പോലത്തെ ഒരു ചെടിച്ചട്ടിയൊക്കെ വെക്കുന്ന ഒരു പാത്രം, എന്തുവാട്ടെ ഈ ഒരു സാധനം, അതിനകത്തിൽ ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഈ പാത്രം ഇതിനകത്തിലേക്ക് വെക്കും. അപ്പം ചുറ്റിനും അവിടെ വെള്ളമായിട്ട് ഉറുമ്പ് കയറത്തില്ല. ഡീമ കൂട്ടിലോട്ട് പോ, ബാ ഇറച്ചി തരാം. അവന് കയറാനുള്ള കൊരണ്ടി എടുത്ത് വെച്ചാലേ അവൻ കയറത്തുള്ളൂ. ഓടിക്കയറ, ഇറച്ചി തിന്നേ. ഗുഡ് ഡേമൻ. മിടുക്കൻ. ഇറച്ചി കണ്ടോ? ഡേമൻ ദാഹിച്ചാണേ, ഇപ്പം വേണ്ടേ ഇറച്ചി? അവനൊരു ടൈമുണ്ട്, ആ ടൈമിലേ അവൻ കഴിക്കത്തുള്ളൂ. അവനിപ്പോൾ ചൂടല്ലേ, ചൂടിൻ്റെ കീഴേ കയറി കിടക്കുക. തന്നെ കൊണ്ടുവന്നോളൂ, എടുത്തോണ്ട് വാ. കണ്ടോ കടിക്കല്ലേ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.